സെൻട്രൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മോഹം കണ്ടിട്ട് നാമന്യം ബാങ്കിലേക്ക് ചാടി. അങ്ങനെ ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹിയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ഫുൾ സർവീസും നോർത്തിലായിരുന്നു എൻ്റെ സർവീസ്. നോർത്തിൽ 7-8 സ്റ്റേറ്റൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ആകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്നു. ഞാനിപ്പോൾ ചീഫ് മാനേജറായിട്ട് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയാണ്. ഒരു 2 കുട്ടികളുണ്ട്. ഭാര്യ വന്ന് ഹൗസ് വൈഫാണ്. മോൾ വന്നിട്ട് ഇൻഫോസിസിൽ ജോലിയാണ്, ട്രിവാൻഡ്രത്ത് തന്നെ. മോൻ വന്നിട്ട് സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, STC. വേറെ ഒന്നുമില്ല. പിന്നെ ഐ ഷുഡ് താങ്ക് മഹാദേവൻ ആൻഡ് വിജയരാജ് ഫോർ ദി റീയൂണിയൻ. അവരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, നമ്മൾ കാണാൻ പോലും പറ്റില്ല. ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരിക്കൽ 2 പ്രാവശ്യം മഹാദേവനെ കണ്ടു. പിന്നെ ശങ്കറിനെ എനിക്കറിയാം. ശങ്കർ എൻ്റെ ബാങ്കാണ്, M. ശങ്കർ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് ശങ്കറിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ഇപ്പോഴും ഒരു 6-7 മാസം മുമ്പ്. അത് കഴിഞ്ഞ് ശങ്കർ ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് പിരിഞ്ഞു പോയി. പിന്നെ അന്തരീക്ഷം ഞാൻ കാണും, ഇടയ്ക്ക് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സത്യവാശനം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെയും കണ്ടിട്ടില്ല. അതിന് ശേഷമാണ് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതിന് വളരെ താങ്ക്സ്. ഈശ്വരനെ ഞാൻ കണ്ടു. ഈശ്വരനെ ഡൽഹി വെച്ച് ഞങ്ങളൊരു മണ്ഡല പൂജ വെച്ച് ഈശ്വരനെ കണ്ടു. ഈശ്വരനെ കണ്ടു മാത്രം, വേറെ ആരെയും കണ്ടിട്ടില്ല. കല്യാണം കഴിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും എനിക്ക് യൂണിയൻ ബാങ്കിൽ ജോലി ആയത് കാരണം ഞങ്ങൾ എറണാകുളത്തിൽ പോയി സെറ്റിൽ ചെയ്തു. 2 ആൺകുട്ടികൾ. മൂത്തയാള് ടാക്സ് കൺസൾട്ടൻ്റ് ആണ്, ചെറിയ ആള് ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം 2017 VRS എടുത്തു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഹോബി എന്ന് പറയുന്നത് സുന്ദരകാന്ഡം അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം ശ്യാമള ദണ്ഡകം, ഭാഗവതം അതുമാതിരിയുള്ളതൊക്കെ ക്ലാസ് പോലെ എടുക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഹോബി, എൻ്റെ സന്തോഷം. ഓക്കെ, കൊടുത്തിരുന്നു. അവിടെ ക്ലാസ് കുറച്ച് ലേറ്റ് കാരണം ഏകദേശം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് പോളിടെക്നിക്കിൽ അഡ്മിഷൻ കിട്ടിയത്. പ്രീ ഡിഗ്രി പകുതി പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്തു. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 79 പാസ്സായി. അതിനുശേഷം എറണാകുളത്തെ ഒരു കമ്പനിയിൽ, ട്രിവാൻഡ്രത്ത് ISR 1 വർഷം അപ്രന്റീസിൽ വർക്ക് ചെയ്തു. പിന്നെ എറണാകുളത്തെ ഒരു കമ്പനിയിൽ മാർക്കറ്റിങ്ങിൽ 4 കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ തൃശ്ശൂരിലേക്ക് കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡിൽ 86 ജോയിൻ ചെയ്തു. തൃശ്ശൂരിലുണ്ടായിരുന്നു. തൃശ്ശൂരൊരു 6 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷം 92 എറണാകുളം വന്നു. ഇപ്പോഴും കിർലോസ്കർ ബ്രദേഴ്സ് തന്നെയാണ്. 34 വർഷമായിട്ട് കിർലോസ്കർ ബ്രദേഴ്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഓഗസ്റ്റിൽ റിട്ടയർ ചെയ്യുകയാണ്. എൻ്റെ വൈഫ് പത്മ, അവരും ട്രിവാൻഡ്രത്തുകാരനാണ്. നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ഹൗസ് വൈഫാണ്. ഒരു മോളുണ്ട്. മോളുടെ BArc കഴിഞ്ഞു, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ ഹാപ്പിയായിട്ട് കഴിയുകയാണ്. SSLCക്ക് ശേഷം പ്രീ ഡിഗ്രി NSSലായിരുന്നു. ഉമ, ഞാൻ, ശ്യാമള എല്ലാം ഒന്നിച്ച് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. പിന്നെ വിമൻസ് കോളേജിൽ BSc കെമിസ്ട്രി പഠിച്ചു. അത് കഴിഞ്ഞ് LICയിൽ 3 വർഷം 82-83 ജോലി ചെയ്തു. 83 മാരേജ് കഴിഞ്ഞു. പിന്നെ ബാങ്കിലോട്ട് മാറി, സിൻഡിക്കേറ്റ് ബാങ്കിലായി. ഹസ്ബൻഡ് SBTയിലായിരുന്നു. 2014 റിട്ടയറായി. ഞാനിപ്പോഴും സർവീസിലുണ്ട്. മെയ് 2020 നമ്മൾ കുറേ പേര് ഇവിടെ ഉള്ളവർ തന്നെ റിട്ടയർ ആവും. ഞാൻ, അന്തരീക്ഷൻ, വേറെയൊക്കെ കുറേ പേരുണ്ട്. ശ്യാമള, ഞങ്ങളെല്ലാം ഒരു ബാച്ചാണ് റിട്ടയർമെൻറ്റ്. പിന്നെ ഒരു മോളും ഒരു മോനും. മോളും എഞ്ചിനീയറാണ്, മരുമോനും എഞ്ചിനീയറാണ്. അവർ സിഡ്നിയിലാണ് സെറ്റിൽ. കൊച്ചുമോളുണ്ട്. മോൻ വന്ന് ടാറ്റ എക്സി ട്രിവാൻഡ്രത്താണ്. പിന്നെ ഞാനൊരു ചെറിയ മാവേലിക്കരയിലാണ് താമസം. ഒരു ചെറിയ സർവീസ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പാവപ്പെട്ടവർ ആർക്കെങ്കിലും പൈസയ്ക്കൊക്കെ ആവശ്യം ഞാനിങ്ങനെ ഗ്രൂപ്പായിട്ട് അറിയുന്നവർക്ക് ക്യാഷ് കളക്ട് ചെയ്ത് പിന്നെ പേപ്പറിലായാലും ഞാൻ ബാങ്കിലായാലും കുറേയൊക്കെ ലൈസൻസ് ഉണ്ട്. മാതൃഭൂമിയായാലും മനോരമയായാലും പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. നമ്മൾ അക്കൗണ്ട് തുടങ്ങി കിഡ്നി ഡയാലിസിസിന് പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലൊരു ചെറിയ സന്തോഷം കിട്ടും. ഇനി നാളെ വലിയ എന്തെങ്കിലും ആവശ്യം നിങ്ങളെയും കൂടെ ഞാൻ സമീപിക്കും. മനസ്സുള്ളവർ എനിക്ക് തരിക. അല്ലാതെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ ഈ സർവീസ് ചെയ്യുന്നത്. നമുക്ക് ദൈവം പ്രസാദിച്ചിന്ന് നമുക്ക് ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ എന്തെങ്കിലും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യങ്ങൾ എത്രയോ പേര് കഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട്. പഠിക്കാനായാലും പ്രത്യേകിച്ച് ഈ എയിൽമെന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെയൊക്കെ ഒത്തിരി പാവപ്പെട്ടവർക്ക് നടക്കുന്നു. പൈസ പോലും കാണത്തില്ല. അപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ ഒരു ചെറിയ ഹാൻഡ് കൊടുത്താൽ അത് ഭയങ്കര നല്ലൊരു സഹായമായിരിക്കും.
നാളെ ഞാനൊരു ആവശ്യം വന്നാൽ നിങ്ങളെ എല്ലാവരും സമീപിക്കും. കഴിയുന്നവർ തരുക, ഞാൻ നിർബന്ധിക്കത്തില്ല. അവരുടെ ഇഷ്ടമുള്ളവർ തരിക, തന്നാൽ അത്രയും സന്തോഷം. ഞാൻ അവരുടെ അടുത്ത് പറയും, എൻ്റെയും SSLC ബാച്ച് പഠിച്ച ആൾക്കാരും കൂടെ എനിക്ക് തരുന്നുണ്ട് എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ SSLC കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജാണ് പഠിച്ചത്. ശരി, കുമാരി മീന, കുമാരി മീന. കാരണം അമ്മ മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് ഞാനും അവിടെയാണ് പഠിച്ചത്. ഏറ്റവും ഉള്ള ജോലി കിട്ടി. മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. മൂത്തയാൾ എഞ്ചിനീയറാണ്, മരുമോളും എഞ്ചിനീയറാണ്. ഇളയ മോൻ ഇപ്പം പാസ്സായതേ ഉള്ളൂ. അവൻ IBM ജോയിൻ ചെയ്തു. കഴിഞ്ഞിട്ട് മാറിവാൻസ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചാളി സ്റ്റോഴ്സ് എന്നാണ് കടയുടെ പേര്. അതെ, എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത ആള് മകനാണ്, ദമാമിൽ വർക്ക് ചെയ്യുന്നു. ഇളയത് മകളാണ്, ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മോൻ്റെ കല്യാണമാണ് 10-ാം തീയതി. എറണാകുളത്ത് വെച്ചാണ്. എല്ലാവരും വരണം. എനിക്ക് 2 പെൺകുട്ടികളാണ്. രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. അവർ ദുബായിൽ പഴയ മസ്കറ്റിലും. ഞാൻ ഒരു ബിസിനസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ വൈഫ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഞാൻ SSLC കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞു. ശേഷം ബിസിനസ് ഫീൽഡിലോട്ട് ഇറങ്ങി ഇപ്പം അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ട്രാവൽസാണ്. മോൻ UST ഗ്ലോബൽ വർക്ക് ചെയ്യുന്നു. മോൾ BCom ഫൈനൽ ഇയർ ആണ്. വൈഫ് ചെറിയൊരു കമ്പനി ജോലിയുണ്ട്, ട്രിവാൻഡ്രത്താണ്. SSLC പാസ്സായിട്ട് പ്രീ ഡിഗ്രി വേറെ ഇവിടെ പഠിച്ചു, ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞ് BCom തമിഴ്നാട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. BCom കഴിഞ്ഞിട്ട് CA ജോയിൻ ചെയ്തു. CA പാസ്സായി. CA പാസ്സായപ്പം തമിഴ്നാട്ടിലെ ആർട്ടിക്കൽഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് കണ്ടിന്യൂ ചെയ്തു. ഇവിടെയാണ് ഫൈനൽ പരീക്ഷയൊക്കെ എഴുതി പാസ്സായത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റിൽ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. 2 വർഷം വർക്ക് ചെയ്തു. ആ വർക്ക് റിസൈൻ ചെയ്തിട്ട് ബാംഗ്ലൂരിലോട്ട് പെട്ടി കൊണ്ടുപോയി. അവിടെ പ്രൈസ് വാട്ടർ ഹൗസിൽ വർക്ക് ചെയ്തു. ഹിന്ദുസ്ഥാൻ ലെവലിൽ വർക്ക് ചെയ്തു. ഫോർബ്സ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു. അവസാനം വർക്ക് ചെയ്ത കമ്പനി വന്ന് കാലിഫോർണിയ സോഫ്റ്റ്വെയർ ആണ് എൻ്റെ അവസാനത്തെ ജോബ്. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്തു. ഐ ബിക്കം എ ഫ്രീലാൻസർ in the traditional area of audit, information system audit. I am having my own firm as TPS Associates. Then I joined as a partner of the AR Vishwanath & Co, a 50-year-old firm in Bangalore. Then I joined with the RSM International, 6th largest accounting firm for their internal audit head division for all of India. I traveled with some 3 or 4 countries, connected with my assignment. I am having a lot of qualification, which I never expect when I am studying my SSLC or when I am studying my graduation. I am a certified information system auditor. I am a ISO 27000 information security implementer. I am a COVID-5 authorized trainer. I am a authorized Oracle financial implementer. I am a GDPR specialist implementer. Then I am doing at present also I am studying. I am doing my CPA and I am doing my data science, data analytics, artificial intelligence. These are all the things. I am going on studying because my habit is, my profession is teaching. I have taught in various lines. I am a visiting faculty for Christ University. I am a visiting faculty for VJT University. I am a visiting faculty for Institute of Chartered Accountants of India. I am an online trainer for CA, ICAA, CS and CPA. That's all. Thank you for the opportunity. It's one of the lifetime opportunity for all of us. Thanks guys, we started 6 months back. Okay, so after my schooling, I did my commerce graduation from MG College and Arts College, and then I got my first job with Keltron. I started my career in Ahmedabad, and from Ahmedabad, after working for 5 years, I moved to CDAC in Pune. I worked for 5 years in CDAC Pune. Then I moved to
Bangalore. Last 23 years I'm working in Bangalore, and all these years I was with the corporate world and never worked in. Now I've started my own firm, and for the last 2 years I'm doing. And from the family side, I'm married and I have 2 sons. The eldest is doing he's completed his MS in US and he got a job. Youngest one is doing his first year, and he's slightly on this unconventional. He's into filmmaking, and he's with he's with Annapurna Film School. My wife is working, and she's working for the railways, and that's all. By telling the name in this group. And first of all, let me thank God for having given me an opportunity after 43 years to have a reunion with my classmates, which is never expected. And I started my career after my BCom in MG College, both pre-degree and as well as BCom in MG College, where Suresh Pradab and I think Ganesh, they are also with me. I was your senior. Yeah, 1 year. And I completed my BCom in 81, and I was working for a firm by name PRS Murugan, at PRS Builders Soundarya, for 1 year. And 82 I joined the bank, Indian Bank, at Attingal, which is 35 kilometers away from Trivandrum. And 82 to 93 I was in Attingal branch, and during 90 I got married, and 93 I came back to Trivandrum and was working in regional office MJ Road as well as Pattam, Charlie branch, and so many branches till the year 2005. In between I was blessed with 2 boys, and I constructed a house of my own with the support of my father. And in the year 2005 I got promotion and posted to Bangalore. I opted for Bangalore since my wife hails from Bangalore. And during 2005 to 10 I was in Bangalore in various branches. In 2010 again I got promoted and went to Chennai. 10 to 13 I was in Chennai, head office, Indian Bank head office. And again at my request I came back to Bangalore in the year 2013. And after 2013 I am posted as branch managers of various city branches in Bangalore. Opportunity to work with my right side classmate Aruna in Trivandrum regional office for a few years when we were together. And I had the opportunity to have interactions with my friend who is sitting left side, Ganesh, who is also in Bangalore, as well as Satyavadishwaran, Balagangadharan, Mahadevan especially. We had so much interactions and we used to meet together. And some 6-7 months back, Ishwaran came to Bangalore for his daughter's appointment, and we had a get-together, small get-together. At that time, we mooted the idea. We have to join together somehow, because this is after past so many years. And at last, this has materialized today. And now, presently, I am also an office bearer of Indian Bank Officers Association as the Vice President of Karnataka and Goa Officers Association, as well as the Secretary of one RBS, Rajajiner Bhakta Sabha Religious and Cultural Association. I think Mahadevan may be knowing a few of them from Bangalore. I'd like to thank one and all for having joined together in this particular event. And I have the autograph which I have from 10th standard. Only very few of the people who are present here have written. I don't know, because we were not allowed to get autograph from girls. Mine is there. I have seen Jayakumari teacher, Sharadamani teacher snatching away the autograph of these boys who are taking signatures from girls. But somehow, that is why I wanted to show you, just for circulation. And I have other friends also who have written here. This much about me. Thank you all for having joined today. Thank you. BP, sugar, പിന്നെ മുട്ടില് കാലുവയ്യ അങ്ങനെ എല്ലാം ചെയ്തു ജോലിയെല്ലാം തീർത്തിട്ടുണ്ട്. എനിക്ക് വരാതാണ് ഞാനിവിടെ വന്ന് വെയിറ്റ് ചെയ്തത്. അത് സോറി പറയുന്നു. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നല്ലോ. 8ാം ക്ലാസ് ആയപ്പോൾ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും ശിവറാം സാറിന്. അച്ഛൻ പോയിട്ട് 19 വർഷമായി.
അങ്ങനെ അച്ഛൻ SME സ്കൂളിൽ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ അച്ഛൻ ഇവിടെ നിന്ന് കോട്ടണ്ണയിലോട്ട് മാറ്റി. ഞങ്ങൾ 3 പേരും കോട്ടണ്ണയിലായി. പൂജപ്പുര വീട് വാങ്ങിച്ചു, അവിടെ താമസമായി. അത് കഴിഞ്ഞ് പിന്നെ NSS കോളേജ് എല്ലാം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് 81 ആയപ്പോൾ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ കൊല്ലം തന്നെയായിരുന്നു എൻ്റെ കല്യാണവും. ഹസ്ബൻഡ് സെക്രട്ടറിയേറ്റിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത്. ഞങ്ങൾ താമസം വർക്കലയാണ് ഹസ്ബൻഡിൻ്റെ നാട്. മക്കള് 2 പേര്, ഒരു മോനും മോളും. 2 പേരും പിന്നെ കല്യാണം കഴിഞ്ഞു. 2 പേർക്ക് ഇവിടെ ടെക്നോ പാർക്കിൽ തന്നെയാണ് ജോലി. അവരെല്ലാവരും ട്രിവാൻഡ്രത്തുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വർക്കലയിൽ. എന്തായാലും ഈ 47 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും കാണാൻ പറ്റിയിട്ട് ശരിക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ആകെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരിക്കൽ എങ്ങാണ്ട് പുഷ്കലെ കണ്ടിട്ടുണ്ട് എവിടെയോ വെച്ച്. ഏതോ PRS ഹോസ്പിറ്റൽ എവിടെ വെച്ച് പുഷ്കലെ കണ്ടപ്പോൾ സംസാരിച്ചാലും വേറെ ആരും ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു ന്യൂസ് അറിയാം. ഇവന് അനന്തക്ഷയുണ്ട്. എൻ്റെ ഇവിടെ അനന്തക്ഷം 2 കൊല്ലം ഉണ്ടായിരുന്നു. സോറി, അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. മഹാദേവന് ഭയങ്കര അതെ സോറി. അച്ഛൻ എൻ്റെ കൂടെ, അച്ഛൻ്റെ സത്യവായസൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇന്ത്യൻ ബാങ്കിലുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. കരയുന്നില്ല, സന്തോഷമുള്ള കരച്ചിലായിരിക്കും. Oriental Insurance Company in Bangalore, and I have two boys. First son is working as an MBA HR manager in Lucida Technologies, Bangalore, and also second son is studying in for BCA in Bangalore. We are all settled in Bangalore. പറയണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല, അത്രയ്ക്കൊന്നും പറയാനില്ല. ഇവര് പറയുന്നത് സത്യവേശ്വരൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഞാനും പറയണമെങ്കിൽ LKG മുതൽ തുടർന്നായിരുന്നു. പക്ഷെ വേണ്ട. പിന്നെ ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 5 കഴിഞ്ഞ് 6ലേക്ക് പോയപ്പോൾ 6ാം ക്ലാസ്സിലിരുന്ന് ഞാൻ 5ാം ക്ലാസ്സിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് എല്ലാം നല്ല പിള്ളേര്. അടുത്ത പേജ് നല്ലത്. എന്റെ അന്ന് കൂടെ ഇരുന്നവരെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മനഃപൂർവ്വം പഠിച്ചില്ല, തോറ്റു. അന്ന് ഇപ്പോഴത്തെ മന്ത്രി പോലെ അല്ല. അന്നെല്ലാം പഠിക്കണം, അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കുള്ളൂ. അന്ന് ഞാൻ മനഃപൂർവ്വം വെറുതെ ഇരുന്നു, മാർക്ക് കുറഞ്ഞു, ഞാൻ തോറ്റു, നിങ്ങളുടെ കൂടെ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇരുന്ന് കണ്ടത്. ഇതിന് നമുക്ക് മുമ്പേ ഉള്ളവരൊന്നും റീയൂണിയൻ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അതിനൊരു ഭാഗ്യമുണ്ടായി. പിന്നെ അങ്ങനെ ആണ് ചേട്ടാന്ന് ചിലര് വിളിക്കുന്നത്. ഇന്ന് എന്നെ ക്ലാസ് ടീച്ചറായിട്ട് അയച്ചത്, അല്ലാതെ ഞാനായിട്ട് പിടിച്ച് വാങ്ങിച്ചതല്ല. ശരി. 10th കഴിഞ്ഞു. പിന്നെ ഞാൻ ശരിക്കും BCom വരെ പോയിട്ടുള്ളൂ, അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. ബിസിനസ്സിലേക്ക് താല്പര്യം. ബിസിനസ് ആദ്യം ഒന്ന് ചെയ്ത് പൊളിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. 90 മുതൽ 1990 സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ തൃപ്തിയുണ്ട്. 1991 മാരേജ്, വൈഫ് ഹൗസ് വൈഫ്, 2 കുട്ടികൾ. മൂത്തത് മോള്, രണ്ടാമത്തത് മോൻ. മൂത്ത മോള് ഡെന്റിസ്റ്റാണ്, മാരീഡ്, ഒരു സെറ്റിൽഡ് കഴക്കൂട്ടം. മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ തളിയലിലാണ് കുടുംബ വീട്, അപ്പൂപ്പൻ്റെ വീട്, അച്ഛൻ്റെ വീട്. ഇപ്പൊ ഞാൻ താമസിക്കുന്നു. ഒരു വിധം തട്ടിമുട്ടി പോകുന്നു. കേൾക്കണമെന്നൊന്നും ആഗ്രഹിക്കില്ല. ഇല്ല, ഒരുവിധം എല്ലാവർക്കും അറിയാം. തരികടയാണ്. ഈ മാതിരി എന്തെങ്കിലുമൊക്കെ നടത്തി ആളുകളിൽ നിന്ന് 1000 രൂപ ചെലവാക്കിയിട്ട് 2000 രൂപ കാശ് മേടിച്ചിട്ട് അതാണ് നമ്മള് തട്ടിമുട്ടി പോകുന്ന. ജീവിക്കാൻ നിർത്തിയില്ല. ഓക്കെ. 1975 കഴിഞ്ഞു SLC. അത് കഴിഞ്ഞ് ആർട്സ് കോളേജ് ഡിഗ്രി, എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. എഞ്ചിനീയറിംഗ് കോളേജ് പാസ്സായി. കെൽട്രോണിലിരിക്കും. കല്യാണം കരമന ചിലർക്ക് അറിയായിരിക്കും, ശേഖർ ബാബുവിന്റെ സിസ്റ്റർ. അപ്പുറം പിന്നെ 10 കൊല്ലം കെൽട്രോണിലായിരുന്നു. അത് കഴിഞ്ഞ് TCS പോയി.
ബാംഗ്ലൂർ, സിംഗപ്പൂർ ആയിരുന്നു. ഫൈനലി HCL വർക്ക് ചെയ്തു. ടെക് മഹീന്ദ്രയിൽ നിന്ന് ലാസ്റ്റ് മാസം റിട്ടയർ ചെയ്തു. ഒരു പയ്യൻ പുള്ളി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇമാതിരി എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ. താങ്ക് യു. You've given a choice of birth. இல்ல சென்னை சாரி சென்னை ஏன்னா நான் மனசுல ட்ரிவாண்ட்ரம் தான். So you've given a choice of birth. Which place you would have chosen? Trivandrum. You still want to be born in Trivandrum again? Yeah. No more rebirth I want. I don't want to. Do you regret being born as a male or female? I am very proud of to be a female because I am balancing both the office and housemaking in a smart manner. With most perfection everywhere. And I have completed 42 years of service. 42nd year is running. I went for UN audit, Switzerland and France, and I told Gaumati Mahadevan, if Sarda Mani comes there, you just tell her about all. She will be very happy. And I went for Director of Inspection, Trivandrum, AG Kerala. I was appointed in AG Kerala as a clerk. But the same office, I came there for Director of Inspection. So that was a very, very proud moment because where I joined as a clerk, I was coming there as Senior Accounts Officer as the Director of Inspection. Tell me. Do you remember your first schooling? First? Schooling. Yes, Chennai. First schooling Chennai. Only from 5th standard I joined here school, which I can Trivandrum. നവയുഗ ചേതന പാടി